ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു ഇലയുടെ ഉണ്ടാക്കാം. അത് കുമ്പിളപ്പം എന്നൊക്കെ പറയും. അത് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് വാഴയിലല്ല കേട്ടോ, കറുകയില, വാഴനെയില. നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ പല പല പേരുകളായിരിക്കും. നമ്മളവിടെ കറുകയില എന്ന് പറയും, വാഴനെയില എന്ന് പറയും. നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ ഇല കിട്ടില്ലേ, ആ ഇലയില കേട്ടോ നമ്മളിന്ന് അട ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം ഇല പോയി പൊട്ടിച്ച് വരാം. അപ്പോൾ വീടിൻ്റെ അപ്പുറത്തിന് പറമ്പിലാണ് ഇല നിൽക്കുന്നത്. നമ്മുടെ ബൊമ്മൂനോട് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അതെ ബൊമ്മു, നീ എന്താ അതിൻ്റെ ഇടയെന്നൊക്കെ വരുന്നേ? നീ ഫുഡ് കഴിച്ചാ? നമ്മൾ വാഴയിലല്ല കേട്ടാ വാഴയിലല്ല കേട്ടാ നമ്മൾ ഉണ്ടാക്കണേ. കണ്ടില്ലേ, വാഴയില ഇവിടെ നമുക്ക് കുറേ ഉണ്ട്. പക്ഷെ ഇന്നത്തെ നമുക്ക് വെറൈറ്റിയാണ്. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല, അത് നമുക്ക് പൊട്ടിക്കാം. കുറച്ചുള്ളൂ, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ എൻ്റെ കറുകയില ബൊമ്മു. അയ്യാ, നമ്മുടെ കറുക മരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിക്കില്ല. കണ്ടാ നോക്കിയേ, നമ്മുടെ കറുകല എന്ത് ശിശുവാണെന്ന് നോക്കിയേ. എൻ്റെ ബൊമ്മു നീ കയറല്ലേ. ബൊമ്മു കയറിയിട്ട് ബൊമ്മു കയറുന്നുണ്ട്. അപ്പം നമുക്ക് കറുകല ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സാധാ ഒരു അട ഉണ്ടാക്കാം. നോക്കിയേ, എൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പച്ചമുളക് പൊട്ടിക്കാം. എന്തായി, കറുകല ഉണ്ടാക്കാൻ പോയ ആൾക്കാർ ഇപ്പോൾ പച്ചമുളക് പൊടിച്ചിട്ട് പോകുന്നു കേട്ടോ. അതിനിടയിൽ ബൊമ്മു നമുക്ക് തൊഴിലും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ കറുകലയുടെ അവസ്ഥ കണ്ടല്ലോ. ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അത് ഈ ബൊമ്മു ചാടിയിട്ടേ നശിപ്പിച്ചിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കപ്പോൾ സാധാ വാഴയില ഉണ്ടാക്കാം, അതാണ് ബെറ്റർ. അതിന് മുന്നേ കുറച്ച് പച്ചമുളകൊക്കെ നമ്മളിവിടെ അങ്ങനെ നന്നായിട്ട് പഴുത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എൻ്റെ അമ്മ നോക്കിയേ, എന്തോരാ പഴുത്ത് നിൽക്കണേ നോക്കിയേ. ഞാൻ ബാക്കിലേക്ക് ഇറങ്ങൽ കുറവാണ്, അത് കാരണാട്ടാ ഇവരൊന്നും കാണാണ്ട് പോയത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് കുറേ പച്ചമുളകും കിട്ടി. പിന്നെ ഞാൻ കുറച്ച് പൊട്ടിച്ചു, ആ പൊട്ടിച്ചാലേ വളരുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് പൊട്ടിക്കുകയും ചെയ്തു. ബാക്കി നമുക്ക് വാഴയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പോവാം. ഞാൻ ബൊമ്മുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നു, ആളെൻ്റെ പിന്നാലെ മാറുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ വീട്ടിൽ കയറിയപ്പോഴേ നമ്മളെ വാഴയില പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വാഴയില പൊട്ടിക്കട്ടെ കേട്ടാ. നോക്കിയേ, നമുക്ക് ഇത്ര ഇല മതിയിട്ടാ. അതിൽ ഒരില നിലത്ത് വീണപ്പോൾ നമ്മുടെ ബൊമ്മൂട്ട് എടുത്തോണ്ടായി. ബൊമ്മൂ നിനക്ക് അട തരിലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടാ. നോക്കിയാ, ഇവളി ചെയ്ത പണികളാട്ടെ ഇവിടെയൊക്കെ. നോക്കിയേ, കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളാരാ, നമ്മുടെ ബൊമ്മൂട്. ഞാൻ കംപ്ലീറ്റ് ആയ വാഴ തെങ്ങിൻ്റെ സൈഡിലിടുന്നത് അവൾ മുഴുവൻ അവിടെ നിന്ന് പറക്കിക്കൊണ്ടിരും. വിശക്കുണ്ടല്ലേ, അപ്പോൾ ഫുഡ് വേഗം കഴിക്കി. ഇന്ന് നമ്മൾ ബൊമ്മൂനെ കൂട്ടിലിട്ടിട്ടില്ല കേട്ടാ. ബൊമ്മൂന് ഭയങ്കര വിഷമം 2 ദിവസമായിട്ട്. അപ്പോൾ നോക്കിയേ, നമുക്ക് കുറച്ചില കിട്ടിയിട്ടുള്ളൂ. 4-5 പൊട്ടിച്ചു. അതിൽ ഒരെണ്ണം നമ്മുടെ ബൊമ്മു നിലത്ത് വീണ് വഴിക്ക് എടുത്തോണ്ട് പോയി. അപ്പോൾ അതും പിന്നെ അഭിയേട്ടനില്ലല്ലോ, അഭിയേട്ടൻ ജോലിക്ക് പോയി എടുക്കല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കാൻ പോണു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അതവിടെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് പോവാം. നമുക്കിനി നാളികേരം ചെരുകിയെടുക്കാം. കിട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കട്ട ശർക്കര. ഇപ്പം നമ്മൾ കുറച്ചല്ല എടുക്കണുള്ളൂ, അപ്പോൾ ഒരു 3 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് അതിനൊന്ന് കല്ലിൽ വെച്ചിട്ടേ, ഞാൻ കത്തി വെച്ചിട്ട് എനിക്ക് ചുരണ്ടാൻ അറിയില്ല. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് നോക്കിയേ കല്ലുമ്മ ഇങ്ങനെ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇടണം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ജീരകം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മൾ ശർക്കരയും നാളികേരം ഉള്ളിൽ വെച്ച് പരത്തില്ലേ, അതല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളെല്ലാതും കൂടിയിട്ട് കൂട്ടി കുഴച്ചിട്ട് അത് ഇലയിലിട്ട് പരത്താട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ വാഴയിലാണ് ചെയ്യുന്നത്. നമുക്ക് കറുകയില കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാരണം നമ്മൾ വാഴയിലയിൽ ചെയ്യാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പരത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒരു ഉരുള വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും ഒരു ഭംഗി ഉണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കാരണം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറുകല എടുക്കാം. കറുകല എടുത്തിട്ടേ അത് ശരിക്കും പറഞ്ഞാൽ ഈർക്കിലേക്ക് കുത്തണം. ഞാൻ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ
പറമ്പിലേക്ക് വീണ്ടും പോകണ്ടേന്ന് വെച്ചിട്ടാ ഈർക്കിലൊന്നും എടുത്തില്ല, ഇല്ലെങ്കിൽ അതങ്ങനെ അവിടെ സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടാ. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മണവും ഈ കറുകലയ്ക്ക് ഒരു പ്രത്യേക മണല്ലേ, ആ മണവും പിന്നെ അതിൻ്റെ രുചിയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ആവിയിൽ വേവിക്കണ കാരണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട്, സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം നമ്മളുടെ ചായയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഇനി പിള്ളേരെ വിളിക്കേണ്ട സമയം കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ കറുകലപ്പവും അതുപോലെ തന്നെ നമ്മൾ സാധാ വാഴയിലയുടെ അപ്പവും റെഡി ആയിട്ടുണ്ട്. കറുകലയുടെ ഇതാക്കിയപ്പോഴേ നല്ല മണം, സൂപ്പറായിട്ടുണ്ട്. കുട്ടികളെത്തിയിട്ടുണ്ട്, ഒരു കഴിച്ചു നോക്കിയേക്കാം. കഴിച്ചു നോക്കിയേ, ഇത് മതിയാ? അവനത് വേണ്ടാന്ന്. അവരാദ്യമായിട്ടാ കറുകലയുടെ അട കഴിക്കുന്ന. ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാ. ചൂടുണ്ടാ? രസണ്ടാ? അപ്പൂനെ ഏതാ വേണ്ടേ? കഴിച്ചു നോക്കിയേ, രസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു 4 മണിക്ക് ശേഷമായിട്ടത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ പോവാ. നിങ്ങൾക്ക് എന്താണ് 4 മണിക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടാ. നോക്കിയേ, കാണാൻ ഒരു ഭംഗിയില്ലാന്നുള്ളൂ, പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബായ് ബായ്. ഇതാട്ടാ നമ്മുടെ വഴുനയപ്പം. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കാരിക്കൊണ്ടായിട്ടുള്ളത് പിള്ളേരാട്ടാ. ഇതും ചായയും കൂടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ.